ടോക്സ്, കാശിനെ കുറിച്ചുള്ള ടോക്സ്. 100 വർഷം പാരമ്പര്യമുള്ള സിനിമാ വ്യവസായത്തിൽ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഫൈറ്റ്, സോങ്, റൊമാൻറ്റിക് സീക്വൻസ്, പഞ്ച് ഡയലോഗ്. പക്ഷെ ഇതിനൊന്നും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും പഴയ തളത്തിൽ ദിനേശിനെ പോലെ ഈ പുതപ്പിനടിയിൽ നിന്ന് തുടങ്ങുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചാപ്പാക്കുരിശിലെ ഫഹദ് ഫാസിലാണ് ഈ പുതപ്പിനടിയിൽ കിടക്കുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അയാൾക്ക് ഇതിൽ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല ഇതിലെ നായകന് സൗന്ദര്യമേ വേണ്ട. നിനക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ പാസ് വേണ്ടേ? രജിസ്റ്റർ ചെയ്യണം. നിന്റെ അടുത്തല്ല പറഞ്ഞ എനിക്ക് ബുക്ക് ചെയ്യാൻ. എന്റെ അമ്മായി അച്ഛനല്ല ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് കാശ് കൊടുക്കണം. എടേ നിനക്ക് അറിഞ്ഞൂടെ എന്റെ ATM കാർഡ് ഇല്ലെന്ന്. നീ ഇപ്പൊ കോഡ് ഞാൻ തരും. തരാടേ, സത്യം തരൂ. എനിക്കിട്ട് തന്നെ വൈ. ഓ വൈ. ക്യാഷ് അല്ലെങ്കിൽ വേണ്ട, പിഞ്ഞ പോവാ. ക്ലോക്ക് അടിച്ചു വിറ്റാലോ? ടൈം ഈസ് വേസ്റ്റ്. collateral damage. ഇതാണോ ദൈവമേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്? അപ്പൂവനെതിരെ അപ്പൂവ വിളക്ക്. അപ്പൂവ തന്നെ ഈ വീടിന്റെ വിളക്കല്ലേ? പാഠം 2, താടി എങ്ങനെ വളർത്താം? ഈ താടി വളരാൻ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ. ഒരു വഴിയുണ്ട്. എന്തോന്ന്? കരടി നെയ്, അത് തേച്ച് കഴിഞ്ഞാൽ താടി വളരും. പിന്നെ മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കഷണ്ടിയിലും തേക്കാം. സൂപ്പർ കോമഡി. വേണമെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്ത് പോയി മാറി ഒന്ന് ചിരിച്ചിട്ട് വരട്ടെ. കരിഞ്ഞ കഞ്ഞിക്കലം പോലെയാണ് ഇരിക്കണം, എന്നാലും അവന്റെ കൊഴുപ്പ്. ഡേയ്, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കണം. വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. തിങ്കണം. ഇവൻ തിങ്കുവോ ഞാൻ തിങ്കണോ? എന്നെങ്കിലും ഒന്ന് കുളിക്കാം. ദൈവമേ, കായല് വിഷം കലക്കി എന്ന് പറഞ്ഞ് നാളെ പോലീസ് പിടിക്കല്ലേ. പേടിപ്പിക്കണോ തെണ്ടി? ഈ കരടിനെ എവിടെ കിട്ടും? അത് കാട്ടിൽ പോയി നോക്കിയാ മതി. പിന്നെ കരടി കാട്ടിൽ നേരെ ഹോൾസെയിൽ ഡീലറല്ലേ, ചെല്ലുമ്പോ തന്നെ എടുത്തു തരാം. ഒന്ന് പോടാ കരിഞ്ഞ തെണ്ടി. എവിടെ പോയി? ഒലിച്ചു പോയാ? പാത്ത് തേച്ച താടി വളരില്ലേ, താടി തേക്കാം. പാഠം 3, കലയുടെ മണം. ഇതെന്തോന്നടേ, കരിഞ്ഞ ഷാരൂഖ് ഖാനാ? പോടാ, ഇന്നാ നിന്റെ ജുബ്ബ. ഇത് ചോപ്പല്ലേ? ഞാൻ പറഞ്ഞ ബ്രൗൺ അല്ലേ? ഓടാ, ഇതൊപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയാവൂ. അവ കമലതലത്തിലെ മോഹൻലാൽ ഇറ്റതുപോലത്തെ ഈണു. അങ്ങനെയാണെങ്കിൽ നീ പോയി മോഹൻലാൽ എടുത്ത് വരടാ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇത് കുഴപ്പമില്ല. അല്ല, നിനക്കൊരു പുതിയത് വാങ്ങിച്ചാലെന്ത്? ഈയടാ, അത് കാണുമ്പോ തന്നെ മനസ്സിലാവും പുതിയതാണെന്ന്.
അല്ല ഇതാരത്? ഇതെന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരുത്തന്റെയാണ്. അവൻ വലിയ കവിയാണെന്നൊക്കെയാണ് പറയണത്. അവ എന്നും ഇത് വിട്ടുകൊണ്ടാണ് കവിത പറയാൻ പോണത്. ഇനി അവ ഇത് വിട്ടുകൊണ്ട് കവിത പറയാൻ പോവില്ല. മലയാള ഭാഷയ്ക്ക് നിന്നെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവട്ടെ. കവി, കലാകാരൻ, കലാകാരന്റെ ജിംബ. അവ ഇത് നനയ്ക്കാറില്ലെന്നാണ് തോന്നുന്നത്. കലയുടെ മണം വില കൊടുത്താ കിട്ടില്ല. കുറച്ച് പൊന്നു എന്തോന്നറ ഇത്? കണ്ടാടാ കലയുടെ മണത്തിന്റെ ശക്തി കണ്ടാ? നോക്ക്. അയ്യോ എന്റെ ചുണ്ട് കരിഞ്ഞ്. അതിനി കരിയാൻ വേറൊന്നും ബാക്കിയില്ലല്ലോ. പാഠം 4 ലോക സിനിമ പഠനം. തച്ചിലെടുത്ത് തുണ്ടാൻ. നീ മനുഷ്യനായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. അത് നിനക്കില്ല. അത് നീ പറയരുത്. ഈ വീട്ടിൽ നിന്ന് കാണാതാവുന്ന ഓരോ സാധനത്തിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലാണ്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉത്തരവാദിത്തം വരെ കരിഞ്ഞവനെ? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നാ നീ ആവശ്യപ്പെട്ട ലോക സിനിമകൾ. നീ ആണോ എന്റെ ഫ്രണ്ട്? അരുവിക്കര കുര്യാക്കോസ്, അക്കീര കുറസോവ. ഓ ഇതില് മറ്റേ അങ്ങനെ പടമില്ലേ? ആരെ? ഡേ മറ്റേ കുക്കുടു, കക്കുടു, കുടുകുടു, കുക്കുടുക്കു. കിം കുടു. ഇതെന്തോന്നടേ? അടൂർ ഗോപാലേഷൻ ജാക്കി ജാന വെച്ചെടുത്ത പടവാ. എന്താന്നടി? എന്റെ കൊടിയേറ്റം ഗോപി പണിയായി. ഒരു യുദ്ധം കഴിഞ്ഞ പോലുണ്ട്. തണ്ടി കണ്ടില്ല, നന്നായി. വന്നു നാസാകാരൻ റോക്കറ്റും വിട്ടിട്ട്. അവന്റെ മുഖത്ത് നോക്കണ്ട.
ഇതവനല്ലേ? ഇല്ലടാ, ഇത്തവണ നിനക്ക് എന്നെ കിട്ടില്ലടാ. പാടമാറ് പുറപ്പാട്. ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ. ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ. സ്വാമിയേ ശരണമയ്യപ്പ. സാധാരണ നായകന്മാർക്ക് ഗെറ്റപ്പ് മാറുമ്പോ എന്തെങ്കിലും ഒരു ഫീല് വരും. എനിക്കൊരു പുല്ലും വരണില്ലല്ലോ. സത്യത്തിൽ ഞാൻ നായകനാണ്, അത് എന്നെ ഞാൻ തന്നെ പറ്റിക്കണം. പാടവഴി പട്ടി ചന്തയ്ക്ക് പോയാൽ
어디 가려고? 약속 좋아해요. 조개로 흰색을 만든다. 최영사, 가지. ഞാൻ എന്നോട് തന്നെ ചെയ്ത ചെയ്ത്തായിപ്പോയി. എവനൊന്നും വീട്ടിൽ പോകാറുമായില്ലേ? ഒരുമാതിരി വേലി കിടന്ന ആനക്കൊണ്ട് എടുത്ത് ജോക്കി ചട്ടിക്ക് ഇലാസ്റ്റിക് തയ്പ്പിച്ചെന്ന് പറഞ്ഞ പോലായി. ബ്ലാക്ക് ഷീപ്പ്. நான் எந்த வேலையா இருந்தாலும் என் மனசுக்கு பிடிச்சதா செய்வேன். வாழ்க்கையில் எதுவும் ஈஸி இல்லை, முயற்சி பண்ண எதுவும் கஷ்டம் இல்லை. கமான் பாய்ஸ், இதுதான் உங்களுடைய வாழ்க்கை, இதுதான் உங்க பிள்ளைங்களோட முன்னேற்றம், இதுதான் நாளைக்கு உங்களுடைய பொழைப்பு, தொழில், சோறு, இடம், உடை, சந்தோஷம் எல்லாம். പാഠം 9. ഇനി മതി, നിർത്താം. രാജേന്ദ്ര, നീ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് സിനിമ പഠിച്ച? അതായത് കോണ നീല മുക്കിയ കണക്ക് എന്നെ. എങ്ങനെ? അല്ല, കോണ നീല മുക്കിയിട്ട് വെള്ളയായിട്ട് ആരും കാണൂലല്ലോ അല്ലേ? കോൾ മീ രാജ്. അല്ലാതെ രാജേന്ദ്ര എന്നല്ല കേട്ടാ. പിന്നെ ഞാൻ അവിടെ പോയത് വായിക്കൊള്ളാത്ത പേരുള്ള ഡയറക്ടർമാരെടുക്കണേ മനസ്സിലാവാത്ത സിനിമ കാണാനൊന്നുമല്ല. ഞാൻ അവിടെ പോയ കാര്യം തന്നെ വേറെ. പക്ഷേ അവിടെ ഒരു പണി കിട്ടി അളിയാ. എന്തോന്ന്? ഇത്തവണ ട്രെൻഡ് മാറി. ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, അവന്മാർ ഈ ജുബയൊക്കെ വിട്ടിട്ട് ഒരുമാതിരി ദൈവത്തിന്റെ പ്രിന്റുള്ള ടീഷർട്ട്, പിന്നെ കുറെ രുദ്രാക്ഷം, കഞ്ചാവ്, പിന്നെ താടി. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അതിലും ഒരു ഗുണമുണ്ടായി. എന്തോന്ന്? അതായത് ഞാൻ ഈ ജുബ കേട്ട് പോയപ്പോ ഞാൻ വലിയ സിനിമാക്കാരനാണ്, സംവിധായകനാണെന്നൊക്കെ വിചാരിച്ച് 3-4 പെമ്പിള്ളേര് വന്നെന്റെ ഇറങ്ങാത്ത സിനിമയ്ക്ക് നായികയാവാൻ ചാൻസ് ചോദിച്ചു. ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. അവരെല്ലാവരും വിളിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിലൊരു കുട്ടിയുമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് അടുത്ത ആഴ്ച കോഫി ബുക്ക് ചെയ്യേണ്ടി വരും. അതിന് പൈസ ആളിയാൻ വേണം എനിക്ക് തരാൻ. അപ്പൊ അളിയൻ പെണ്ണ് പിടിക്കാനാണ് പോയത്. അളിയാ പെണ്ണ് പിടിയാതിനുള്ള ഒരു ബോണസാണ്.
പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല. രാജ്യത്തിനെ പോലെ ഇരിക്കണം എന്ന് പറയണേ. കണ്ടോ ഇത് കണ്ടാ? ഇതൊക്കെ ആരുടെ നമ്പർ ആണെന്ന് അറിയാമോ? ഫോണിന്റെ നമ്പർ. അവിടെ വന്ന സിനിമ സെലിബ്രിറ്റീസിന്റെ നമ്പർ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, നടന്മാർ. ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ രാജേന്ദ്രൻ, നീ പുച്ഛിച്ച് നിൽക്കുന്ന ഈ രാജേന്ദ്രൻ മലയാളം അല്ല, ഇന്ത്യ അല്ല, ലോക സിനിമയിലെ മഹാരഥന്മാരുമായി ലിങ്ക് ഓഫ് ദ ലിങ്ക്സ് ഉള്ള ആളാണ്. അല്ല, ഈ നമ്പർ ഇട്ടിട്ട് നിനക്കെന്ത് ചെയ്യാൻ? നമ്പറല്ല, ഇതാരുടെ നമ്പർ? രഞ്ജിത്ത്, മലയാള സിനിമ സംവിധായകൻ രഞ്ജിത്ത്. ഇപ്പൊ കാണിച്ചതാ, ഞാൻ എന്നെ കൊണ്ട് തോറ്റ്. ഫോണുണ്ടാ? ബാലൻസ് ഇല്ലല്ലേ? ഹലോ, രഞ്ജിത്ത് സാറല്ലേ? സാർ, ഞാൻ രാജേന്ദ്രൻ. നമ്മള് ഫിലിം ഫെസ്റ്റിവലിനെ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. ആ സാർ, മീറ്റ് ദ പ്രസ്സിലെ ജുബേക്കിട്ട് സാറിൻ്റെ അടുത്ത് ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു. അത് തന്നെ സാർ, ഓർമ്മയുണ്ട് സാർ? ആ പുള്ളിയുടെ കൂടെ വന്നേ. അല്ല സാർ, സാറിൻ്റെ അടുത്ത പടത്തെ അഭിനയിക്കാൻ ഒരു ചാൻസ്. ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. അമ്മമ്മയെ കെട്ടിക്കാം ഫിലിം ഫെസ്റ്റിവൽ. അങ്ങനെ പുതിയ വർഷമായി. ഈ വർഷമെങ്കിലും നമ്മൾ രക്ഷപ്പെടുവോടെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതോടെ ഞാൻ രക്ഷപ്പെടും.